നിസ്കാരത്തിലെ റുക്കിന് ഏത് റുക്കിനാണ് നഷ്ടപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയമുണ്ടാവുക. ഉദാഹരണത്തിന് നിസ്കാരത്തിൻ്റെ റുക്കിനിൽ പെട്ടിട്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതോടുകൂടി ആ നിസ്കാരം തന്നെ അത് സംഭവിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ നിസ്കാരം രണ്ടാമത് ഒന്നിച്ച് നിസ്കരിക്കണം. രണ്ടാമത് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ഒരു റുക്കിനാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത്. ആ റുക്കിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ റുക്കു ചെയ്യാൻ മറന്ന് നേരെ സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത സുജൂദിലാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഞാൻ റുക്കു ചെയ്തിട്ടില്ലല്ലോ എന്ന്. എങ്കിൽ നേരെ അദ്ദേഹം ആ റുക്കോയിലേക്ക് എന്താക്കുക, തിരിച്ചു വരിക, റുക്കോയ് ചെയ്ത് പിന്നെ ശേഷമുള്ളത് അതുപോലെ ചെയ്യാം. ഇനി ഒരാൾ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഒന്നാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് ചെയ്തുകൊണ്ട് അദ്ദേഹം നേരെ രണ്ടാമത്തെ റക്അത്തിലെ ഖിയാമിലേക്ക് വന്നു എന്ന് കരുതുക. അങ്ങനെ അദ്ദേഹം സൂറത്ത് വരെ ഓതി, ഫാത്തിഹ ഓതി കഴിഞ്ഞു, സൂറത്തും ഓതി കഴിഞ്ഞു, റുക്കോയിൽ എത്താൻ നേരമാണ് അദ്ദേഹത്തിന് ബോധ്യമായത് ഞാൻ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന്. എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് നേരെ ആ സുജൂദിലേക്ക് പോകുക, എന്നിട്ട് ആ സുജൂദ് ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് ബാക്കിയുള്ള അതിനുശേഷമുള്ള റുക്കിനുകൾ അതുപോലെ നിർവഹിക്കുക എന്നതാണ്. കാരണം നിസ്കാരത്തിൽ തർത്തീബ് എന്നതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുജൂദ് ചെയ്ത് നേരെ എണീറ്റ് പിന്നീട് ഓതിയ ഫാത്തിഹയും അതുമായി ബന്ധപ്പെട്ട ശേഷമുള്ള സൂറത്തുകളും അതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊന്നും എന്തല്ല, തർത്തീബ് തെറ്റിക്കൊണ്ട് അഥവാ ക്രമം തെറ്റിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ്. ഇനി അടുത്തൊരവസ്ഥ വരാറുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സുജൂദ് ഒന്നാമത്തെ സുജൂദ് ചെയ്തു, അത് ഒരു റക്അത്തിലൊരു സുജൂദ് ചെയ്തിട്ട് അടുത്ത റക്അത്തിലേക്ക് വന്നു, അടുത്ത റക്അത്ത് പരിപൂർണമായിട്ട് നിസ്കരിച്ചു, അദ്ദേഹം റുക്കുവും കഴിഞ്ഞു, ഒന്നാമത്തെ സുജൂദിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് മുമ്പത്തെ റക്അത്തിലൊരു സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന് ഓർമ്മ വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും ബാത്തിലാണ്. ആ സുജൂദ് ഇപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഒന്നാമത്തെ സുജൂദ് എന്തായി മാറും? ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദായി മാറുകയാണ് ചെയ്യുക. ഇനി രണ്ടാമത്തതിൽ നിന്നാണ് ഓർമ്മ വരേണ്ടതെന്നുണ്ടെങ്കിലോ, അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദായിക്കൊണ്ടാണ് അത് പരിഗണിക്കപ്പെടുക. അതിൻ്റെ മുമ്പ് ചെയ്തതൊക്കെ ബാത്തിലായി പോകും. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ വന്ന അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഇതാണ്. ഇനി ഒരു റക്അത്ത് തന്നെ ഒരാളെന്തായി മറന്നുപോയെന്ന് വിചാരിക്കുക. ആ മറന്നുപോയി എന്നത് നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എണീറ്റ് ആ റക്അത്ത് വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഇനി നിസ്കാരത്തിൽ സലാം വീട്ടി കൂടുതൽ മറ്റു പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു എങ്കിലും അപ്പോഴും എന്തൊക്കെ പെട്ടെന്ന് എണീറ്റ് ആ ഒരു റക്അത്ത് കൂടെ നിസ്കരിച്ച് സഹവിൻ്റെ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് സലാം വീട്ടുക. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞു പുറത്തൊക്കെ ഇറങ്ങി നിസ്കാരത്തിൽ നിന്നൊക്കെ പരിപൂർണമായും അദ്ദേഹം എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഓർമ്മ വരുന്നത് ഒരു റുക്കിന് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം നിസ്കാരം പരിപൂർണമായി മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. കാരണം റുക്കിന് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ബോധപൂർവമോ മറന്നോ എങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അത് നിസ്കാരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് വീണ്ടെടുത്ത് അതിനുശേഷം അവസാനം സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓർമ്മ വരുന്നതെങ്കിൽ ഉടനെ തന്നെയാണ് എങ്കിൽ ആ റക്അത്ത് വീണ്ടും നിസ്കരിക്കുക എന്നതാണ്. അതല്ല കുറേ കഴിഞ്ഞിട്ടാണ് അത് ഓർമ്മ വരുന്നത്, നിസ്കാരത്തിൽ വരാൻ പാടില്ലാത്ത മറ്റു പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വരുന്നത് എങ്കിൽ അദ്ദേഹം ആ നിസ്കാരത്തെ സമ്പൂർണ്ണമായി മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. അതോടൊപ്പം ഈ റുക്കിന് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ വിധി? അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നം തന്നെ വരുന്നില്ലല്ലോ. കാരണം വെച്ചാൽ അറിഞ്ഞിട്ടില്ല, അറിയാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രാത്രി നമ്മൾ ആയത്തിൽ ആമന റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണല്ലോ. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ലാ തുആഖിദിന ഇൻ നസീന ഔ അഖ്തഅന, റബ്ബെ മറന്നു പോയതിലും അബദ്ധം സംഭവിച്ചു പോയതിൻ്റെ വിഷയത്തിൽ നീ ഞങ്ങളെ ശിക്ഷ കൊണ്ട് പിടികൂടല്ലേ എന്നാണ്. അപ്പം മറവി എന്ന് പറയുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ മറവി ഉണർച്ച അല്ല, മറവി ഉറക്കമെന്നൊക്കെ പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർമ്മങ്ങൾ ചെയ്യുക എന്നതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് നൽകുന്ന കാര്യങ്ങളാണ്, ഇളവ് നൽകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒരാൾ ഉറക്കത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തോട് പറഞ്ഞു ഉണരുന്ന സമയത്ത് തന്നെ അത് നിർവഹിക്കുക എന്നതാണ്. അപ്പോൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും.
ഈ ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത്, മറക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് വുജൂബ് അദാ ഇ ഷർത്ത് എന്ന് പറയും. ഒരു കാര്യം നിർവഹിക്കുവാനുള്ള നിബന്ധന ആയിക്കൊണ്ട് മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.